നാടും നഗരവും ഒക്കെ വിഷു ആഘോഷിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആശാ വർക്കേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ വനിതാ CPO ഉദ്യോഗാർത്ഥികളുമുണ്ട്. അതിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ചോര കൊണ്ടെഴുതിയ പ്ലക്കാർഡുമായി പ്രതിഷേധിക്കുകയാണ്. അജീഷ് ജയകുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. അജീഷ്, കഴിഞ്ഞ ദിവസവും അവരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. മൈമിലൂടെ പ്രതിഷേധിക്കുന്നു. കടുത്ത സമരമുറകൾ അതിന് മുൻപത്തെ ദിവസങ്ങളിലൊക്കെ അവർ പ്രയോഗിച്ചു. ജോക്കറുടെ വേഷത്തിലൊക്കെ ആയിരുന്നു ഇന്നലെ അവർ സമരപ്പന്തലിൽ ഇരുന്നത്. പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അവസാന നിമിഷം സർക്കാർ ഇടപെടും, തങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ. ഇന്നിപ്പോൾ ഏത് തരത്തിലേക്കാണ് അവരുടെ പ്രതിഷേധം ഈ വിഷുദിനത്തിൽ? അനുജ, എന്തായാലും അവരുടെ പ്രതീക്ഷ ഒരാഴ്ച കൂടി മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിന് ഇനി കാലാവധിയുള്ളത്. ശനിയാഴ്ച അവസാനിക്കും. അതിനു മുമ്പ് പരമാവധി പേർക്ക് നിയമനം കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടാണ് ഓരോ ദിവസം അവർ സമര രീതികൾ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നത്. ഇന്നലെ മൂകാഭിനയായിരുന്നു. അതിനു മുമ്പ് കല്ലിപ്പിന് പുറത്ത് നിന്നുകൊണ്ടുമൊക്കെ കർപ്പൂരം കത്തിച്ചുമൊക്കെ അവർ പ്രതിഷേധിച്ചിരുന്നു. ഇന്നും വേറിട്ട പ്രതിഷേധവുമായി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. അവർ സേവ് CPO റാങ്ക് ലിസ്റ്റ് 595/2022 എന്ന റാങ്ക് ലിസ്റ്റിനെ രക്ഷിക്കുക എന്ന പ്ലക്കാർഡിൽ സ്വന്തം ചോര കൊണ്ട് എഴുതുകയാണ്. ചോര കൊണ്ട് എഴുതിയ പ്ലക്കാർഡ് ഉയർത്തിയാണ് ഇന്നത്തെ പ്രതിഷേധം. എല്ലാ ദിവസവും അവരിങ്ങനെ ഓരോ വേറിട്ട പ്രതിഷേധവുമായി സമരരംഗത്ത് തന്നെയുണ്ട്. ഒരാഴ്ച കൂടി, അതായത് കഷ്ടിച്ചിന് 7 ദിവസം മാത്രമാണ് അവരുടെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളത്. ഇതുവരയ്ക്കും 292 പേർക്ക് മാത്രമാണ് അതിൽ നിന്ന് നിയമനം കിട്ടിയത്. ബാക്കി മുൻവർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന്, വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടിയത്. ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 13 ദിവസമായി ഇവരുടെ സമരം നടത്തുന്നത്. നിരാഹാര സമരം നടത്തുന്നുണ്ട്. മാത്രമല്ല ആശമരെ പോലെ തന്നെ അവരും ഇന്ന് വിഷു ആയിട്ടും കൂടി ഇവിടെ ഒരു വിഷുക്കണി ഒരുക്കി ഇവിടെ അവരുടെ ആഘോഷങ്ങൾ ഒതുക്കുകയാണ്. പലരും കഴിഞ്ഞ വർഷങ്ങളൊക്കെ വിപുലമായ രീതിയിൽ ആ വീട്ടിൽ ആഘോഷിച്ചിരുന്നതാണ്. പക്ഷേ ഇത്തവണ അവർക്ക് ആഘോഷമില്ല. അവരുടെ ജോലിയാണ് അവർക്ക് പ്രധാനം. ആ ജോലിക്ക് വേണ്ടി ഇവിടെ സ്വന്തം ജീവൻ രക്തം കൊണ്ട് എഴുതിയ പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ആ പ്രതിഷേധം ഒരാഴ്ച കൂടി തുടരും. സർക്കാർ ആരെങ്കിലും തന്നെ ചർച്ചയ്ക്ക് വിളിക്കും. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ പേർക്ക് നിയമനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഇപ്പോഴും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം അത് ഇന്നും തുടരുകയാണ്. ചോര കൊണ്ടെഴുതിയ പ്ലക്കാർഡുമായാണ് വിഷുദിനത്തിലുള്ള അവരുടെ പ്രതിഷേധം. അവസാന നിമിഷം സർക്കാരിന്റെ ഇടപെടൽ അപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് പോവുകയാണ്.